ഡൽഹിയിൽ 4 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ട 8 പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. വടക്കൻ ഡൽഹിയിൽ രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗൗതം അമരകുഞ്ചം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, നേരത്തെ ഒരു കുടുംബത്തിലെ 7 പേരെ രക്ഷപ്പെടുത്തിയെന്ന് ഗൗതം പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ ആളുകളെ കണ്ടെത്താനായിട്ടുണ്ടോ, രക്ഷപ്പെടുത്താനായിട്ടുണ്ടോ, മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഗൗതം? പിന്നിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ രക്ഷപ്പെടുത്തിയ ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 3 പേരുണ്ടായിരുന്നു. അതിൽപ്പെട്ട 2 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നാണ് സ്ഥിരീകരിക്കാനാവാത്ത റിപ്പോർട്ടുകളുള്ളത്. എന്തായാലും ഈ മരിച്ചവരുടെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ നിലവിലും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. ജന്ത മസ്ദൂർ കോളനിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് രാവിലെ 7 മണിയോടുകൂടി ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. അതിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ഈ 10ഓളം പേരെ രക്ഷപ്പെടുത്തിയത്. ഇതിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ പരിക്കേറ്റവർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ മാറ്റുകയും ചികിത്സയിലിരിക്കുകയുമാണ്. ഇപ്പോൾ ദേശീയ മാധ്യമ റിപ്പോർട്ട് പ്രകാരം 2 പേർ മരിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് ഈ ചികിത്സയിൽ ഇരുന്നവരാണോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ല. പോലീസ് നൽകുന്ന വിശദാംശം അനുസരിച്ച് 10 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 3 പേർ ഗുരുതര ചികിത്സയിലാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രാദേശിക മാധ്യമങ്ങളാണ് നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കെട്ടിടം തകർന്നു വീഴാൻ കാരണം കെട്ടിടത്തിന്റെ ബലക്ഷയമാണ് എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ, അതായത് മഴ ഉൾപ്പെടെയുള്ള കാലാവസ്ഥ മാറിയ സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം താങ്ങാൻ കഴിയാതെ മറിഞ്ഞു വീഴുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായുള്ള വിവരം. ഇതിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനം, അതിലുണ്ടായ പ്രകമ്പനം ഈ കെട്ടിടത്തിന്റെ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ ഉണ്ടാകുന്ന 2ാമത്തെ അപകടമാണ്, കെട്ടിടം തകർന്നുവെന്നുള്ള 2ാമത്തെ അപകടമാണ് ഇപ്പോൾ ഈ ജനത മസ്ദൂർ കോളനിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന അനിവാര്യമാണെന്നും ബലക്ഷയം ഉള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവ പൊളിച്ചു മാറ്റണമെന്നുമുള്ള ആവശ്യം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പോലീസിന്റെയും സുരക്ഷാ സേനകളുടെയും NDRFന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൃത്യമായി എന്താണ് ഈ അപകട കാരണമെന്നും മരണപ്പെട്ടവരുടെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരിക. ഓക്കെ, ശരി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.